കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കള്ളപ്പണത്തിൻ്റെ ഉറവിടത്തിലേക്ക് ഇ.ഡി. അന്വേഷണം എത്തിയില്ല. ഒരു മാസത്തിനകം ഇ.ഡി. കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളതാണ് വരുന്ന വിവരം. വിശദാംശങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, അന്തർ സംസ്ഥാന കുഴൽപ്പണ ഇടപാടായിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നേതൃത്വം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുള്ള കുഴൽപ്പണ ഇടപാടാണ്. അതിൽ സംസ്ഥാനത്തെ അന്വേഷണം പൂർത്തീകരിച്ച് വളരെ ശക്തമായി കുറ്റപത്രമൊക്കെ നൽകി നിൽക്കുന്ന ഒരു കേസിൽ ഇ.ഡി. അന്വേഷിക്കണം എന്ന് വളരെ ശക്തമായി കേരള പോലീസ് വളരെ വ്യക്തമായി അറിയിച്ചതാണ്. ഹൈക്കോടതിയിൽ തന്നെ അക്കാര്യം പറഞ്ഞതാണ്. ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തത്. എന്നിട്ടും ഈ കള്ളപ്പണത്തിൻ്റെ ഉറവിടത്തിലേക്ക് അന്വേഷണം എത്തിയിട്ടേയില്ല. അങ്ങനെ ഇ.ഡി. കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നാണോ? ശരത്ത്, ഇ.ഡി. ഈ കേസിൽ അന്വേഷണം അവസാനിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പി. നേതാക്കളിലേക്കൊന്നും ഈ അന്വേഷണം എത്തിയില്ല. പക്ഷേ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുമ്പോൾ പോലും കർണാടകയിലുള്ള ബി.ജെ.പി. നേതാക്കളിൽ നിന്നാണ് കേരളത്തിലെ ബി.ജെ.പി. നേതാക്കളിലേക്ക് പണം എത്തി. തെരഞ്ഞെടുപ്പിന് ഒഴുക്കാൻ ലക്ഷ്യമിട്ടെത്തിയ പണമാണ് എന്നതുവരെ സൂചന ലഭിച്ചിരുന്നു. ഈ കർണാടകയിൽ നിന്നാണ് പണം വന്നതും അവിടെ നിന്നുള്ള ബി.ജെ.പി. നേതാക്കൾ വഴിയാണ് പണം അവിടെ നിന്ന് കേരളത്തിലേക്ക് അയച്ചത് എന്നും തൃശ്ശൂരിലേക്ക് പണം എത്തിയത് എന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ട് പോലും ആ ഒരു വഴിക്ക് പോലും ഇ.ഡിയുടെ അന്വേഷണം പോയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ തിരൂർ സതീഷിന്റെ ബി.ജെ.പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലുകൾ വന്ന ശേഷം വളരെ പ്രധാനപ്പെട്ട ഈ കള്ളപ്പണത്തിന്റെ ഉറവിടം, അതിന്റെ വരവ്, അത് എവിടേക്കൊക്കെ പോയി എന്നതൊക്കെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും ഏതാണ്ട് ഇപ്പോൾ ഒരു മാസക്കാലമേ ആയിട്ടുള്ളൂ. അതും ഇ.ഡിയുടെ ഈ അന്വേഷണത്തെ ഒരു തരത്തിലും അന്വേഷണത്തിന് കാര്യമായി അവരെടുത്തിട്ടില്ല എന്നാണോ? അല്ലെങ്കിൽ ഈ കള്ളപ്പണവുമായി ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഇടനിലക്കാരുണ്ടോ? അതൊന്നും ഇ.ഡിയുടെ ഈ അന്വേഷണത്തിലേക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നൊരു ഘട്ടത്തിൽ വന്നിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് തിയോഫിൻ? ശരത്ത്, ഈ കേസിൽ ഇ.ഡി. അന്വേഷിക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടതിന് പ്രധാന കാരണം ഇതൊരു സാധാരണ കുഴൽപ്പണം അല്ലെങ്കിൽ കള്ളപ്പണം, അതായത് തുടക്കത്തിൽ ഇതൊരു ഹൈവേ റോബറി, അതായത് ഒരു പണം കവർച്ച കേസ് മാത്രമായിരുന്നു. പിന്നീടാണ് ഈ പണത്തിൻ്റെ ഉറവിടം ഇത് കുഴൽപ്പണമാണെന്നും തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കാൻ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ നീക്കം നടത്തി ബി.ജെ.പി. നേതാക്കൾ ഇങ്ങോട്ട് എത്തിച്ചതാണ് എന്നും അറിയുന്നത്. പക്ഷേ അതിന് പിന്നീട് ഉയർന്ന ആരോപണങ്ങൾ ബി.ജെ.പി. നേതാക്കൾ തന്നെ ഇതിന് പിന്നിൽ ഈ പണം കവർച്ച നടത്തി അത് വീതിച്ചെടുത്തു എന്നതാണ് പിന്നീട് ഉയർന്ന ആരോപണങ്ങൾ. പക്ഷേ ഇതിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല. ഇങ്ങനെ ഒരു കുഴൽപ്പണ കവർച്ച, അന്തർ സംസ്ഥാന കുഴൽപ്പണ ഇടപാട് ഇതിലുള്ളത് കൊണ്ടാണ് ഇ.ഡി. അന്വേഷിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടത്. പക്ഷേ അത്തരത്തിൽ ഇതിൻ്റെ ഒരു സോഴ്സിലേക്ക് ഇ.ഡിയുടെ അന്വേഷണം പോയിട്ടില്ല എന്നാണ് വ്യക്തമാവുന്നത്. കാരണം ഇ.ഡി. ബി.ജെ.പി. നേതാക്കളെ, ഈ കുഴൽപ്പണ കേസുമായി ആരോപണ വിധേയരായി നിൽക്കുന്ന ബി.ജെ.പി. നേതാക്കളെ ആരെയും ഇ.ഡി. ചോദ്യം ചെയ്തിട്ടില്ല. വെറും കുഴൽപ്പണം. കാരണം ഇതിൻ്റെ ഒരു ധൈര്യത്തിലാണ് നേരത്തെ പലതവണ നമുക്കറിയാം കെ സുരേന്ദ്രനോട് ഉൾപ്പെടെ നമ്മൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് എന്താണ് കൊടകര കുഴൽപ്പണ കേസ്, അവിടെ ഒരു കുഴൽപ്പണ കേസുമില്ല, അത് പണം കവർച്ച കേസ് മാത്രമാണ് എന്ന് പറയാനുണ്ടായ ആ കെ സുരേന്ദ്രൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഇ.ഡി. നൽകിയതാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തിയോഫിൻ. തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഹൈവേ കവർച്ച എന്ന നിലയിലാണ് ധർമ്മരാജൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മുമ്പാകെ വരുന്നത്. അതന്വേഷിച്ച പോലീസിനാണ് ഈ പരാതി പറയുന്ന ആൾ തന്നെ പറയുന്നതിൽ ഒരുപാട് ദുരൂഹതയും അവ്യക്തതയും ഉണ്ട്. അപ്പോൾ പിന്നെ ഈ പണം എന്തിനു വേണ്ടി, എങ്ങോട്ട്, എന്താണ് ഇതിൻ്റെ സോഴ്സ് എന്ന് ചോദിക്കുന്നിടത്താണ് ആ പരാതിക്കാരൻ തന്നെ ഇതിൽ സംശയത്തിൻ്റെ നിഴലാകുന്നത്. അങ്ങനെയാണ് കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ ഇത് കേവലം ഒരു ഹൈവേ റോബറി, ഒരു കവർച്ച മാത്രമല്ലെന്നും ഇതിനിടയിൽ കർണാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള കോടാനുകോടി രൂപയുണ്ട് എന്നും അതിന് പിന്നിലെ അക്കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് അടക്കം ലക്ഷ്യം വെച്ച് വന്ന പണമാണെന്നും അതിലെ ഈ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ പരാതിക്കാരനായി വന്നു പിന്നീട് പ്രതിയായ ആളുടെ രാഷ്ട്രീയ ബന്ധവും ബി.ജെ.പി. ബന്ധവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട നില. അവിടെയാണ് കേരള പോലീസ് ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ വിവരങ്ങൾ ഇ.ഡിയെ അറിയിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ അന്തർ സംസ്ഥാന കുഴൽപ്പണ ഇടപാടാണ്, അതിൽ ഇ.ഡിയാണ് ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ്, ഇതിൻ്റെ വരവ് അന്വേഷിക്കേണ്ടത്. അന്യസംസ്ഥാനത്തേക്കടക്കം അത്തരം കാര്യങ്ങൾ, മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോകുന്നതിനുള്ള കേസ് അന്വേഷണത്തിൻ്റെ സംസ്ഥാന പോലീസിൻ്റെ പരിമിതി അടക്കം ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുക്കേണ്ടതിൻ്റെ, ആ ഭാഗം അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ആവശ്യപ്പെട്ടത്, ചൂണ്ടിക്കാട്ടിയത്. ഒടുവിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ചുമതലപ്പെടുത്തി അറിയിച്ചപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അത് ശരിവെച്ചു. എല്ലാ വിവരങ്ങളും കേരള പോലീസ് കൈമാറി ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ ആ ഇ.ഡി
എന്നാൽ ആ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്ന വലിയ വിമർശനം നിൽക്കുകയാണ് ഇപ്പോൾ തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ കുറ്റപത്രം കൊടുത്ത് ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നു. അല്പം മുമ്പ്, ഒരു മാസം മുമ്പ് തിരൂർ സതീഷ് നടത്തിയ ഗുരുതര വെളിപ്പെടുത്തൽ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഗുരുതര വെളിപ്പെടുത്തൽ, ചാക്കിൽ കെട്ടി കോടികൾ കൊണ്ടുപോയി തൃശ്ശൂർ BJP ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി എന്നതുപോലെയുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അതൊക്കെ ED അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നോ? ചോദ്യം ചെയ്യലുകൾ ഉണ്ടായോ? പുതിയ പ്രതികൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ടോ? ചേർക്കപ്പെട്ടിട്ടുണ്ടോ? നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. ആ ചോദ്യങ്ങൾക്ക് നടുവിലാണ് അതിവേഗം ഈ കേസ് തന്നെ, അന്വേഷണം തന്നെ അവസാനിപ്പിച്ച് കുറ്റപത്രം കൊടുത്ത് ഒഴിയുന്ന നില വരുന്നത് എന്നുള്ളതാണ് EDയെ കൂടുതൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ താല്പര്യാർത്ഥം ഈ കേസ് അന്വേഷണം ആ നിലയിൽ അട്ടിമറിക്കപ്പെടുകയാണോ? ആ നിലയിൽ തന്നെ അട്ടിമറിച്ചു എന്ന ഗുരുതര പ്രശ്നം നിൽക്കുമ്പോൾ കുറ്റപത്രം കൊടുത്തുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ വരാത്ത വിധത്തിലേക്ക് അന്വേഷണത്തിൻ്റെ വഴി അടയ്ക്കുകയാണോ എന്ന ചോദ്യവും സംശയവും ബലപ്പെടുന്നത് അവിടെയാണ്. തിയോഫിനാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത്. തൃശ്ശൂരിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് നൽകിയത്.